അതുപോലെ ബാറ്ററി ആണെങ്കിലും ഇതിന് ഡാറ്റ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേബിൾ കണക്ഷൻ ഒക്കെ ഉണ്ട്. ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. ഇത് എന്തിന്റെ അടയാളമാണ്? ഇത് ആക്ച്വലി ചാർജിങ് ഒരു ഡിസ്ചാർജിങ് അല്ല, ബാറ്ററി ഓക്കെ ആണെന്ന് അർത്ഥം. അതെ. ഇതിന്റെ തൊട്ടുപുറത്ത് വേറെ LED ഉണ്ട്, ഇത് ബ്ലിങ്ക് ആവാത്തത്. ഇതൊരു റെഡ് LED ആണ്. ഇൻ കേസ് ഇതിന് എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ ലോ ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ LED അടിക്കുക. അതുപോലെ ബസറും ഉണ്ട്. ഇപ്പൊ 5 ലൈറ്റുകൾ വേറെ ഉണ്ട്. ഇത് ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് 100%. ഇത് 2020 വെച്ചിട്ടാണ് രണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് ഇത് പാരലായിട്ട് ചാർജ് ആവും. ഇത് അതിൻ്റെ ആ സെറ്റിങ്സ് അങ്ങനെ ചെയ്തേക്കാണ്. ഒരിക്കലും ഒരെണ്ണം ചാർജ് ചെയ്തിട്ട് ഒരെണ്ണമല്ല, രണ്ട് ഈക്വലായിട്ടാണ് പൊങ്ങുക, ഈക്വലായിട്ടാണ് താഴെ. പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ക്ലിയറൻസ് ഒക്കെ കാണാം. ഇത് നമുക്ക് ഇത്രയും വലിയൊരു ഭിത്തി ഉപയോഗിച്ചതിന് പല കാരണങ്ങളുണ്ട്. ഒരു ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് വെക്കുമ്പോൾ തന്നെ ക്ലിയറൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അല്ലെങ്കിൽ ഇതൊരു സൈഡിലേക്ക് ഒതുക്കി വെക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഇത്രയും ഏരിയ ഉപയോഗിച്ചത് ഇതുകൊണ്ടാണ് ഒരു ക്ലിയറൻസ്. എന്നുവെച്ചാൽ ഒരു ഒച്ച കേൾക്കാം, ഒരു പൂന്ന്, അതായത് ഫാനാണ് എന്നുവെച്ചാൽ അതിൻ്റെ SMPS ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത്രയും ഹീറ്റ് അതിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇത് അതിൻ്റെ DC സെറ്റിങ്സ് ആണ്. ഇതൊക്കെ നോർമൽ എല്ലാ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലുള്ളതാണ്. ഇവിടെ നമ്മൾ 4 സിസ്റ്റമായിട്ടാണ് ഇറക്കിയത്. 4 ഫുൾ ഹാവൽസിൻ്റെ SPD, ഹാവൽസിൻ്റെ ഫ്യൂസസ്. പിന്നെ ഇതുപോലെ എടുത്ത് പറയാനുള്ളത്, നമ്മൾ ഫ്യൂസസ് സാധാരണ ഇതിൽ ഒരു ലൈനിലേ കൊടുക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ 4 സ്ട്രിങ് എന്ന് പറഞ്ഞാൽ 4 സെറ്റായിട്ട് 4 പെയറായിട്ടാണ് ഇറക്കുക. 4 പെയറിൽ ഒരു പോസിറ്റീവിന് മാത്രമേ സാധാരണ ഇതിൽ എല്ലാവർക്കും കൊടുക്കാറുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ 2ലും ഫ്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഹൈ കറണ്ടോ അങ്ങനെ എന്തെങ്കിലും ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവാൻ സേഫ്റ്റിയുടെ നമ്മൾ മാക്സിമം കവറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓൺ ഗ്രിഡിൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അഡീഷണൽ സ്വിച്ചസ് വരും. ശരി, ഇത് ACDB പ്ലസ് ചേഞ്ച് ഓവർ സെറ്റിംഗ് ആണ്. ഇതിലും SPD അതിൻ്റെ ഇൻഡിക്കേഷൻ ലാമ്പുകൾ ഇത് ചേഞ്ച് ഓവറാണ്. ഇൻ കേസ് ഇൻവെർട്ടർ കംപ്ലൈൻറ്റോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇട്ടാവും. ആ ഒരു അവസ്ഥയിൽ ഇത് നേരെ താഴേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ KSB ഡയറക്റ്റ് ബൈപ്പാസ് ആയിക്കോളും. അതേപോലെ ഇതിലേക്കുള്ള മെയിൻ സ്വിച്ചുകൾ, ഇത് ലോഡ് ഇന്ന്, ലോഡ് ഔട്ട്, അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഏതൊരു സാധാരണക്കാരനും വേഗത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഹൈബ്രിഡ് ആണെന്ന് വെച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചിട്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് 2 മീറ്റേഴ്സ് അല്ലെങ്കിൽ 2 ജനറേഷൻ മീറ്റർ. അതുപോലെ അവിടെ ഒരു നെറ്റ് മീറ്ററും ഉണ്ട്, 2 ജനറേഷൻ മീറ്ററും ഉണ്ട്. ഇതൊന്ന് നമ്മൾ സോളാർ ത്രൂ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് മെഷർ ചെയ്യാനും അതേപോലെ സോളാർ കണക്ട് ചെയ്യാത്ത ലോഡ് മെഷർ ചെയ്യാനുള്ള 2 മീറ്ററുകളാണ്. ഹൈബ്രിഡിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ 2 മീറ്റർ എക്സ്ട്രാ വരുന്നത്. അതായത് KSBയുടെ ഇത് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ലോഡും നോൺ ക്രിട്ടിക്കൽ ലോഡും. ഇത് നെറ്റ് മീറ്റർ അല്ലേ? അത് നെറ്റ് മീറ്റർ. സാധാരണ ഇതിൽ എല്ലായിടത്തും വെക്കുന്ന നെറ്റ് മീറ്റർ, ബൈഡയറക്ഷണൽ മീറ്റർ, എക്സ്പോർട്ട് ഇമ്പോർട്ടും റീഡ് ചെയ്യാനുള്ളത്. അതുപോലെ ഇതതിൻ്റെ പാനൽ സെക്ഷൻസ് ആണ്. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ഇൻകമർ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് 3 ബിൽഡിങ്ങിലേക്കും സെപ്പറേറ്റ് പോകുന്നതാണ്. പിന്നെ ഇത് VDB, ഇത് നമ്മൾ സോളാറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഇൻകമർ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇൻ കേസ് അവർക്ക് ഇവിടെ ഇനിയിപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് MCB കാര്യങ്ങൾ ഇട്ടിട്ട് ഇവിടുന്ന് കൊടുക്കാം. ഇത് ഫുൾ സോളാറിൻ്റെ ഒരു VDB ആണ് നമ്മളിവിടെ സ്ഥാപിച്ചേക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആണ്. ഇതിനുള്ള UG കേബിൾ കാര്യങ്ങൾ ഡയറക്റ്റ് ഇവിടെ കൊടുത്തേക്കാണ്. നമ്മളൊരു ബ്രാഞ്ച് ഇങ്ങനെ എന്താണ് പറയുക, സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കുന്ന രീതി അല്ലാണ്ട് അവർക്ക് വേണമെങ്കിൽ എൻഹാൻസ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. Bayman, making it easy.